ഹലോ ഫ്രണ്ട്സ്, ജൂ ടൗൺ മട്ടാഞ്ചേരി, ജൂതത്തെരുവ് മട്ടാഞ്ചേരി, അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. മട്ടാഞ്ചേരി പാലസ് മുതൽ പരദേശി സിനഗോഗ് വരെയുള്ള സ്ട്രീറ്റിനെയാണ് ജൂതത്തെരുവ് എന്ന് വിളിക്കുന്നത്. ജൂതകാലഘട്ടത്തിലെ ചരിത്രവും സംസ്കാരവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹെറിറ്റേജ് ടൂറിസം സ്പോട്ടാണ് ഈ സ്ട്രീറ്റ്. പ്രധാനപ്പെട്ട ഒരു ടൂറിസം സ്പോട്ടായതിനാൽ ഇവിടുത്തെ വഴികളെല്ലാം വൃത്തിയുള്ളതാണ്. വഴിയുടെ ഇരുവശങ്ങളിലും കടകളാണ്. പുരാവസ്തുക്കൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നതാണ് അവയിൽ മിക്കവയും. പഴയകാലത്തെ പാത്രങ്ങൾ, പ്രതിമകൾ, അങ്ങനെയെല്ലാം ഇവിടുത്തെ ആൻറ്റിക് ഷോപ്പുകളിൽ കാണാം. ഇത്രയേറെ ആൻറ്റിക് കളക്ഷനുള്ള മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ട് കേരളത്തിൽ മറ്റെങ്ങും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ചില കടകളിൽ വസ്ത്രങ്ങളാണ് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. അതുപോലെ കടകൾക്ക് ഇടയിൽ കഫേകളും കാണാം. ഇവിടെ എത്തുന്ന വിദേശ സഞ്ചാരികളെയാണ് കച്ചവടക്കാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിൽ ഒന്നാണ് ജൂതമതം അഥവാ യഹൂദമതം. ദൈവം ഏകനാണെന്നും യഹൂദർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധരാണെന്നും ഉള്ള വിശ്വാസമാണ് മതത്തിൻ്റെ കാതൽ. ഈ കാണുന്നതാണ് പരദേശി സിനഗോഗ്. 450 വർഷത്തെ പഴക്കമുണ്ട് ഈ സിനഗോഗിന്. ജൂതമത വിശ്വാസികൾ ഒരു കാലത്ത് നേരിടേണ്ടി വന്ന ആക്രമണങ്ങളുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ജൂതത്തെരുവ്. AD 70 ജെറുസലേമിൽ ജൂതന്മാരുടെ 2ാം ദേവാലയം റോമാക്കാർ ആക്രമിച്ചു. അതുപോലെ മറ്റ് രാജ്യങ്ങളിലും ജൂതന്മാർ ആക്രമിക്കപ്പെട്ടു. പൊറുതിമുട്ടിയ ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിലെ യഹൂദർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പലായനം ചെയ്തു. അതിൽ ഒരു വിഭാഗം കേരളത്തിലും എത്തപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതോടെ ഭൂരിപക്ഷം കേരളീയ ജൂതരും ഇസ്രായേലിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും തിരികെ പോയി. ജൂ സ്ട്രീറ്റിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കെട്ടിടങ്ങൾ പഴയ കാലത്തെ അതേ പ്രൗഢിയോടെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ സ്ട്രീറ്റിൻ്റെ വൃത്തി പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇത് പഴയ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. കൂടെ ആൻറ്റിക് ഉൽപ്പന്നങ്ങളും അവിടെ വിൽക്കപ്പെടുന്നു. ഇനി പരദേശി സിനഗോഗിൻ്റെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരും. താങ്ക്സ്. Bossy, bossy.